ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നിമ്മി എഴുന്നേക്കുന്നതിന് മുമ്പ് ഞാൻ മെല്ലെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചിട്ട്. സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഗിഫ്റ്റായിട്ടൊന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി വെക്കാം, എന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാമെന്നാണ് പ്ലാൻ. അപ്പോൾ പോളിയും കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇവിടെ കിച്ചണിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് മാവൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ശരിയെന്നാൽ നമുക്കിന്ന് കുറച്ച് ഇഡ്ഡലിയും കുറച്ച് ദോശയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അതും കിട്ടി. മിനി ഇഡ്ഡലിയും വലിയ ഇഡ്ഡലിയും എല്ലാം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലി ചെമ്പെല്ലാം വാഷ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അംഗം തുടങ്ങാൻ പോകണം. വെള്ളം തിളച്ചപ്പോൾ ഉള്ളിലുള്ള പാത്രമൊക്കെ നമ്മൾ ചാടി കളിക്കണ്ട. അങ്ങനെ വെക്കാൻ പറ്റുമെന്ന് അറിയില്ല. വെക്കാൻ പറ്റൂടാ. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് വെക്കാനുള്ള പ്ലാൻ ഫെയിലായി. അപ്പൊ ഇതങ്ങ് മാറ്റിയിട്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ കഴിയും. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ വളരെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വീട്ടിലുള്ള തേങ്ങയുടെ സ്റ്റോക്കും എല്ലാ സാധനവും തീർന്നിരിക്കുക. അപ്പോൾ ഉള്ള തേങ്ങ വെച്ച് ചട്നി അരയ്ക്കണം. ഞാൻ പൊട്ടുകടല വെച്ചുള്ള ചട്നി അരയ്ക്കാറുണ്ട്. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാൻ ഇവിടെ എന്താ കലാപരിപാടിയാന്ന് അറിഞ്ഞതാണ്. അപ്പൊ ഞാൻ അവിടെ എണീക്കാൻ പോയപ്പോഴേക്കും പോളി വന്നിട്ട് പറഞ്ഞു മമ്മ എണീക്കരുത് പറഞ്ഞു. നിന്റെ കൊറേ നേരം ഇവിടെ എണീറ്റ് നടക്കാൻ തുടങ്ങിയിട്ട്. ഏട്ടൻ ആദ്യമായിട്ടാണ് ഞാൻ എണീക്കണതിന് മുമ്പ് എണീറ്റ് ഫുഡ് ഉണ്ടാക്കണം. ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് എണീറ്റിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് ഏറ്റവും ചൂടാക്കിയോ? പൊട്ടുകടല ചട്നി ഉണ്ടാക്കിയത് ചെറുതാൻ ചൂടാക്കി. പൊട്ടുകടല ചട്നി ചൂടാക്കാൻ പാടില്ല. സാരില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, ക്ഷമിച്ചാണ്. നമുക്ക് ഈ പരിപാടി എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്താലോ? ഇല്ല, ഞാൻ നിർത്തി. ഞാൻ രാജിവെച്ചു. ഉദ്യോഗം ഏറ്റെടുത്ത് അന്ന് തന്നെ രാജിവെക്കാൻ പാടില്ല. ഒറ്റ ദിവസം കിട്ടി. ഇതിൽ ഈ മുതൽവൻ സിനിമയിൽ കാണിക്കുന്ന പോലെ ഒറ്റ ദിവസത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പോലെ ഒറ്റ ദിവസത്തെ കിച്ചൺ പരിപാടി ഞാൻ നിർത്തി, അവസാനിപ്പിച്ചു. അപ്പോൾ ഇഡ്ഡലി ദോശ ചട്നികളും വെച്ചിട്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാലും റെഡിയാക്കിയിട്ടുണ്ട്. രാത്രിത്തേക്ക് ഉള്ള സാധനം വെച്ച് ഉള്ളത് കൊണ്ട് ഓണം ഉണ്ടോ എന്ന് പറയുന്ന പോലെ ഞങ്ങളൊരു ഗ്രാൻഡ് ഡിന്നർ ആക്കാനാണ് പ്ലാന്. എല്ലാ സാധനം തീർന്നു. ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ഒരു ക്യാരറ്റ്, ഒരു പൊട്ടാറ്റോ, അങ്ങനെ എല്ലാം വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് കൊണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഇന്നൊരു ഗ്രാൻഡ് ഡിന്നർ ആക്കാനാണ് പ്ലാന്. അതായിരിക്കും ഇതിൽ വീഡിയോയുടെ ബാക്കിയുള്ളത്.
വെൽക്കം. അപ്പൊ നമ്മുടെ വീട് ഒരു റെസ്റ്റോറന്റ് ഒക്കെ മാറ്റിയിരിക്കുകയാണ്. കേക്ക് കാണിക്കണോ? ലൈറ്റ് ഇട്ടിട്ട് കാണിക്കാം. ഇതാണ് നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈൽ പ്രിപ്പറേഷൻ. ഞാനായിരുന്നു ഇന്നത്തെ മെയിൻ ഷെഫ്. നിമ്മി കുറച്ച് ഹെൽപ്പ് ചെയ്തു. എന്തായാലും അപ്പൊ വെഡിങ് ആനിവേഴ്സറി ദിവസമെങ്കിലും അവൾ കിച്ചൺ റെസ്റ്റ് ഉള്ളത്. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ പറയാം? വെജ് ഫ്രൈഡ് റൈസ്, ഹോംമേഡ് സ്പാഗറ്റി, പിന്നെ ചിക്കൻ സൂപ്പ്, പെപ്പർ ചിക്കൻ സൂപ്പ്, ലെമണേഡ്, ചൗവരി പായസം, സാലഡ്, പുഡിംഗ്, chicken 65, cheesy chicken and chicken rolls and sauce. ഇന്ന് പുഡിംഗ് കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. അപ്പൊ 2 മാസത്തിന് മേലെയായി ഞങ്ങളിപ്പോ റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിച്ചിട്ട്. റെസ്റ്റോറന്റ് നല്ല പുറത്തുനിന്ന് ഹോം ഡെലിവറി മേടിച്ച് കഴിച്ചിട്ട് 2 മാസത്തിന് മേലെയായി. അപ്പൊ എന്തായാലും വെഡിങ് ആനിവേഴ്സറിക്ക് ഒന്ന് ഗ്രാൻഡ് ആക്കാം, വീട് തന്നെ റെസ്റ്റോറന്റ് ആക്കി മാറ്റാമെന്നായിരുന്നു ചിന്ത. ഞങ്ങൾ അതുകൊണ്ട് 2 മാസത്തിന് ശേഷം പുറത്തു പോകുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഫിറ്റ് ആകുന്നുണ്ട്. വീട്ടിലിരുന്ന് വണ്ണം വെച്ചിട്ടില്ല. ഡ്രസ് ചെറുതായൊന്നും സംശയമൊന്നുമില്ല. എല്ലാം കറക്റ്റ് ആണ്. പിന്നെ പോളിയും മിന്നും കൂടെ ഡ്രസ്സ് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടിരിക്കണം. അതുകൊണ്ട് ഭയങ്കര മിസ് മാച്ചിങ് ആണ്. അത് പോളിയുടെ പഴയൊരു ഓവർകോട്ടാ. അത് മിന്നുവിന് അങ്ങനത്തെ വേണമെന്നും പറഞ്ഞ് തപ്പിയെടുത്തതാ. രണ്ടുപേരും സ്വന്തമായി സെലക്ട് ചെയ്തിട്ടിരിക്കുന്നതാ. ആനിവേഴ്സറി ഗേൾ. അവൻ നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ട്. ഇത് കണ്ട് നിങ്ങളാരും എന്താ പറയാ, അയ്യോ എന്തോരു സാധനങ്ങൾ എത്ര സമയം എടുത്തു ചിന്തിക്കണ്ട. ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ല കിടന്നുറങ്ങുന്നത്. രാവിലെ ഞാൻ ചെറിയൊരു സർപ്രൈസ് കൊടുത്തു. അപ്പൊ ഞാൻ പോയി ഇവിടെ എഴുന്നേക്കുന്നതിന് മുമ്പ് പോയി ഇഡ്ഡലിയും പിന്നെ മിനി ഇഡ്ഡലിയും അതെ അതും ചെയ്തു. പക്ഷെ ഇഡ്ഡലിയൊക്കെ ഒന്നും ഷേപ്പായി വന്നില്ല. അത് ഉച്ചയായപ്പോ ഞങ്ങൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ല. ഞങ്ങൾ അതേ വീണ്ടും ചട്നിയൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ബാക്കിയുള്ള ചട്നി കൂട്ടി ഉച്ചയ്ക്ക് കഴിച്ചു. റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഒരു 7 മണിയായപ്പോ കുക്കിംഗ് തുടങ്ങി. 8, 9, 10, 10:30 3.5 മണിക്കൂർ കൊണ്ട് ഇത്ര സാധനം കുക്കി. ആണോ? എന്താ റെസ്റ്റോറന്റിനേക്കാളും ഗ്രാൻഡ് ആണോ? എന്നിട്ട് ഒത്തിരി സാധനം വെച്ചുണ്ടാക്കിയതല്ല. സത്യസന്ധമായി പറഞ്ഞ ഞങ്ങളുടെ ഫ്രിഡ്ജില് 2 ക്യാരറ്റ്, കുറച്ച് ബീൻസ്, ഒരു ക്യാപ്സിക്കം, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മുട്ട, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. 4 ദിവസമായിട്ട് ചെന്നൈയില് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആണ്. ഇന്ന് ഓപ്പൺ ആയത്. അപ്പൊ ഞങ്ങളോട് ഇന്ന് പോയാൽ ഭയങ്കര തിരക്കായിരിക്കും കടകളിൽ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയില്ല. അപ്പൊ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ വീട്ടിൽ തന്നെ ഗസ്റ്റ് ആയിട്ട് ഇരുന്ന് കഴിക്കണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ സ്വന്തം വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് ഇരുന്ന് കഴിക്കണം. എല്ലാ പെണ്ണുങ്ങളുടെയും വലിയ ആഗ്രഹമായിരിക്കുന്നു. ആണോ? അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞേ ഇടയ്ക്ക് മാസത്തിലൊരിക്കലും ഇങ്ങനെ ചെയ്യാം. ഞാനൊരു കാര്യം, മാസത്തിലൊരിക്കൽ ഞാൻ ഗസ്റ്റ് ആവാം. ആദ്യം എല്ലാം സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻഡിലേറ്റ് ആക്കാം. ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാലേ ഞങ്ങള് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഭയങ്കര ചൂട് ഹോളിലൊക്കെ. അപ്പൊ ഞങ്ങള് ഓർത്ത് ഇവിടെ AC-യിൽ ഇരുന്ന് കഴിക്കാം. സൂപ്പ് ഇല്ലായിട്ടുണ്ട്. ജസ്റ്റ് പെപ്പർ സൂപ്പാണ്. ഞങ്ങള് ചിക്കന്റെ ബാക്കി വന്ന എല്ലാം ഇട്ടിട്ട് ഒരു സൂപ്പ് കാണിച്ചു. എല്ലാം കുറച്ച് കൊടുക്കും. എങ്ങനെയുണ്ട് ഇന്നത്തെ ക്യാൻഡിൽ ഡിന്നർ? എല്ലാരും കൂടെ ഹാപ്പി ആനിവേഴ്സറി. ഞങ്ങളെല്ലാരും കഴിച്ച് അങ്ങ് തളർന്നു പോയിട്ടോ. നന്നായിട്ട് കഴിച്ചു. പല സാധനം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കുറച്ച് കഴിച്ചപ്പോ തന്നെ വയറ് നിറഞ്ഞു. വലിയ കത്തിയായിട്ടൊക്കെ
പുഡിങ് കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ പുഡിങ് കട്ട് ചെയ്ത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പരിസമാപ്തിയാണ്. നിങ്ങൾ ഇനി ആരെങ്കിലും റെസ്റ്റോറന്റിലൊന്നും പോകാൻ പറ്റില്ല, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റില്ലെങ്കിൽ ഐഡിയ ഒക്കെ തന്നില്ലേ, പല പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറെ വീട്ടിലിരിക്കുന്ന ക്രിസ്മസിന് വെച്ച ലൈറ്റ് ഒക്കെ വെഴുതിരികൾ അവിടെ കത്തിച്ചേക്കുക. നാട്ടിൽ മഴയും കൂടെ ഒരു ചൂടുണ്ടാവില്ല, ഇവിടെ ചൂടായതുകൊണ്ട് ഞങ്ങൾ എ സിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. പുറത്തുപോയി ഇതേ സാധനം പല പല വിഭവങ്ങൾ ഉണ്ടാവില്ല, 5-6 വിഭവങ്ങൾ നമുക്കൊരു 100-500 രൂപയ്ക്ക് ചെലവൊക്കെ തരുന്നില്ല. നമുക്ക് താങ്ങും. എല്ലാവരെയും വിളിച്ചോ കത്തി കൊണ്ട് പിടിക്കല്ലേ, കൈ പിടിച്ചോ. അവിടെ ഇവിടെ ഷാർപ്പ് കൈ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഫസ്റ്റ് പപ്പ അമ്മയ്ക്ക് കൊടുക്കും, എനിക്ക് ഓടിക്കും. വലിയ പീസ്. അപ്പോ എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ എന്താ പറയണ്ടേ, അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് പ്രസ് ചെയ്തേക്കുക. ബട്ടണോട് പ്രസ് ചെയ്തേക്കുക. അപ്പൊ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.